ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആരെങ്കിലും ഒന്ന് പറയോ? കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മൾ ഇന്ന് ലോ ഓഫ് കോൺട്രാക്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ. ഹലോ 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 ഹലോ, കാണുന്നുണ്ടായിരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ട്, പക്ഷേ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ കോൺട്രാക്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? ആരൊന്നും പറയുന്നില്ലല്ലോ. അപ്പം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ കോൺട്രാക്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ലോ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ. The law relating to അതൊന്ന് വായിച്ചു നോക്കൂട്ടോ. The law relating to contract constitute important branch of commercial law. This is governed by Indian Contract Act 1872. ഓക്കെ. ഇത് മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് കോമൺ ലോയിലെ ഒരു ന്യൂയോർക്ക് ഡ്രാഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡിന്റെ ബേസിലാണ് ഈ ലോ വരുന്നത്. അത് ഫസ്റ്റ് നിയമമായിട്ട് കൊണ്ടുവന്നത് 25th April 1872 ആൻഡ് ഇനാക്ട് ചെയ്തത് 1st September 1872 ഈ രണ്ട് ഡേറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ആരെങ്കിലും ഒന്ന് മൈക്ക് മ്യൂട്ട് ആക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് പറയുമോ? അൺമ്യൂട്ട് ആക്കിയിട്ട്. ഹലോ ഹലോ, ഓക്കെ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മുടെ കോൺട്രാക്ട് ലോക്ക് രണ്ട് പാർട്ടാണുള്ളത്. സെക്ഷൻ 1 to 75 വരെ ഒരു പാർട്ടും ആൻഡ് സെക്ഷൻ 124 to 238 വരെ ഒരു പാർട്ടുമാണുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റ് ആണ് പറയുന്നത്. അതായത് എല്ലാ കോൺട്രാക്റ്റിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ്, വാലിഡ് കോൺട്രാക്ട്, അങ്ങനത്തെ വോയിഡ് കോൺട്രാക്ട്, അങ്ങനത്തെ കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെന്റ് പോലെയുള്ള കുറച്ച് സ്പെഷ്യൽ കോൺട്രാക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, സെക്ഷൻ 76 to 123. ആ സെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ആയിരുന്നു. അത് പണ്ട് കോൺട്രാക്ട് ലോണിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. പിന്നെ അത് ഇപ്പൊ റിപ്പീൽ ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ലോ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ. അപ്പം നമുക്കിനി കോൺട്രാക്റ്റിന്റെ ഡെഫിനേഷൻ നോക്കാം. അപ്പം സെക്ഷൻ 2/H ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആയിട്ടാണ് പറയുന്നത്. എന്താണ് കോൺട്രാക്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 2/H. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ആ സെക്ഷൻ ഒന്ന് നോട്ട് ചെയ്യണേ എല്ലാവരും. അപ്പം അതിൽ പറയുന്നത് 2/H പറയുന്നത് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നാണ് കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ കോൺട്രാക്ട് പറഞ്ഞു പോകും, എന്നിട്ട് അതിലുള്ള ഓരോ എലിമെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാലുള്ള നമുക്ക് നല്ല മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു ഇതിലുള്ളത്. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഓക്കെ. അപ്പം
മെയിനായിട്ട് കോൺട്രാക്റ്റിൽ 2 എലമെന്റ് ആണുള്ളത്. ഒന്ന് എഗ്രിമെന്റ് ആൻഡ് എൻഫോഴ്സിബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് അതിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള നമുക്ക് എഗ്രിമെന്റ് എന്താന്ന് നോക്കാം. An agreement consists of proposal and acceptance and a consideration. ഒരു എഗ്രിമെന്റിൽ ഒരു പ്രപ്പോസൽ ഉണ്ടാവും ആൻഡ് ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവും, പിന്നെ അവിടെ ഒരു കൺസിഡറേഷനും കൂടി ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഒരു എഗ്രിമെന്റ് ആയിട്ട് പറയുന്നത്. എഗ്രിമെന്റ് ഡെഫിനേഷൻ പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് ഇയിലാണ്. എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് കൺസിഡറേഷൻ ടു ഈച്ച് അതർ ഇസ് എൻ എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു വാച്ച് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാന്ന് പറഞ്ഞു. അത് കൊടുക്കാന്ന് പറഞ്ഞു 2000 രൂപ എനിക്ക് തന്നാൽ ആ വാച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം അവള് ആക്സെപ്റ്റ് ചെയ്തു, ഞാൻ 2000 രൂപക്ക് വാച്ച് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താ? എനിക്ക് 2000 രൂപയാണ് എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ. ആൻഡ് അവർക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താന്ന് വെച്ചാൽ ആ വാച്ചാണ് കൺസിഡറേഷൻ. അപ്പം അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ കൺസിഡറേഷൻ എന്ന് പറയുമ്പോ രണ്ടും വരും, ഇപ്പൊ വാച്ചും വരും പൈസയും, രണ്ടും കൺസിഡറേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതെ, ഇപ്പം എന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പൈസയാണ്. ഞാൻ എന്റെ വാച്ച് കൊടുത്തിട്ട് ഞാൻ ആ പൈസ വാങ്ങുന്നു. അപ്പം എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താ? ആ പൈസയാണ് എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ. ആൻഡ് അവർക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വാച്ചാണ്. ഓക്കെ, അപ്പൊ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ രണ്ടും വരും അല്ലേ? രണ്ടും കൺസിഡറേഷൻ ആണ്. വാച്ചും വരും പൈസയും കൺസിഡറേഷൻ ആയിട്ട് വരും അല്ലേ? അതെ അതെ, രണ്ടാക്കും കൺസിഡറേഷൻ വേണം, എന്നാലേ അതൊരു എഗ്രിമെന്റ് ആവുള്ളൂ. മനസ്സിലായോ? ഹലോ, ഓക്കെ, മനസ്സിലായി. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഓഫർ മേക്ക് ചെയ്യുന്ന ആളെയാണ് ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയുന്നത്. ആൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഓഫറി അല്ലെങ്കിൽ പ്രോമിസി എന്ന് പറയുന്നത്. ഈ വേർഡൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, അതൊക്കെ നോക്കി വെക്കണം. പിന്നെ 2 ക്ലോസ് H, 2 ക്ലോസ് E അങ്ങനത്തെ കുറച്ച് സെക്ഷൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞു, കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിന് നമ്മൾ ഒരു കോൺട്രാക്ട് ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം അതൊരു ലീഗൽ മാക്സിമം ഉണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വിഡ് പ്രോ ക്യോ എന്നാണ് പറയുന്ന ഒരു ലീഗൽ മാക്സിമം ഉണ്ട്. ക്വിഡ് പ്രോ ക്യോ സംതിങ് കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, പ്രൊഫൈൽ ഫോട്ടോയേ ഉള്ളൂ. ഇല്ല, സ്ക്രീൻ എനിക്ക് കാണുന്നുണ്ട്. അപ്പൊ എന്റെ മാത്രം ഒന്ന് നെറ്റ് ഒന്നുകൂടി ഞാൻ ഒന്നുകൂടി കട്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? ഒക്കെ ഓക്കെ അല്ലേ? ഹലോ, ഇപ്പം കാണാൻ പറ്റും. ഓക്കെ. അപ്പം കൺസിഡറേഷൻ പറയുന്ന ഒരു ലീഗൽ മാക്സിമാണ് ക്വിഡ് പ്രോ ക്യോ എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വാച്ച് കൊടുത്തു, എനിക്ക് 2000 രൂപ കിട്ടി. അപ്പം ഞാൻ കൊടുക്കുമ്പം എനിക്ക് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ക്വിഡ് പ്രോ ക്യോ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലീഗൽ മാക്സിമാണ്. അതൊന്ന് എല്ലാവരും ഒന്ന് നോട്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കോൺട്രാക്റ്റിന്റെ കുറച്ച് എപ്പോഴാണ് ഒരു കോൺട്രാക്ട് വാലിഡ് കോൺട്രാക്ട് ആവുന്നത്? ഈ ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ, എഗ്രിമെന്റ് ഷുഡ് നോട്ട് ബി മിയർ സോഷ്യൽ എഗ്രിമെന്റ് ഓർ ഡൊമസ്റ്റിക് എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ചാൽ ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെന്ന് വെച്ചോ. ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം 7 മണിക്ക് വരാം, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് സിനിമക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം വൈഫ് 7 മണിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഹസ്ബൻഡ് 7 മണിക്ക് വന്നില്ല. ആൻഡ് അവർക്ക് സിനിമക്ക് അന്ന് പോകാനും കഴിഞ്ഞില്ല. പക്ഷെ അവർക്ക് എന്താ പറയാ, അവർക്ക് ഇതിന്റെ പേരിൽ കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തിട്ട് ഇതിനെ വാങ്ങാൻ പറ്റുമോ? ഇത് കോർട്ടിൽ എൻഫോഴ്സിബിൾ ആണോ?
ഈ ഒരു കാര്യം? ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. ഹലോ ഹലോ. ഈ ഒരു എഗ്രിമെന്റ് ഒരു കോൺട്രാക്ട് ആക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ പറഞ്ഞ എഗ്രിമെന്റ് പറ്റില്ല. ഇല്ല, പറ്റില്ലല്ലോ. ബിക്കോസ് അതെന്താണ്, ഒരു സോഷ്യൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ആണ്. അങ്ങനത്തെ എഗ്രിമെന്റിന് നമ്മൾ ഒരു കോൺട്രാക്ട് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പം ഫാദർ പറഞ്ഞു എക്സാം ക്രാക്ക് ചെയ്താൽ നിനക്ക് ഞാൻ ബൈക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് ക്രാക്ക് ചെയ്തതിനു ശേഷം ഫാദർ ബൈക്ക് വാങ്ങിച്ചു തരുന്നില്ലെങ്കിൽ നമുക്ക് ഫാദറിനെതിരെ പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ? അങ്ങനത്തെ എഗ്രിമെന്റ് എന്താണ്, കോൺട്രാക്ട് അല്ല. അപ്പം കോൺട്രാക്ടിന്റെ ഒരു വാലിഡ് കോൺട്രാക്ട് ആവാനുള്ള ഒരു ഇത് അതിനില്ല. ഓക്കെ, അപ്പം വാലിഡ് കോൺട്രാക്ടിന് സോഷ്യൽ എഗ്രിമെന്റ് ഒരു ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ആവരുത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഹലോ, മനസ്സിലായോ പറഞ്ഞത്? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ. പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കില്ല. അടുത്ത പോയിന്റിലേക്ക് പോട്ടെ. സെക്കൻഡ് പോയിന്റ്, ദർ ഷുഡ് ഹാവ് ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പോയിന്റിൽ ആ ഹസ്ബൻഡിന് ഒരു ഇന്റൻഷൻ ഇല്ല, ഇതൊരു ലീഗൽ ഒബ്ലിഗേഷൻ ആയിട്ട് മേക്ക് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു നമ്മൾക്കൊരു വാലിഡ് കോൺട്രാക്റ്റോ എഗ്രിമെന്റോ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു എന്താ പറയാ, ഒരു എഗ്രിമെന്റ് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇന്റൻഷൻ വേണം, ലീഗൽ ആയിട്ട് ഇതാക്കാനുള്ള ഒരു ഇന്റൻഷൻ വേണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ദർ ഷുഡ് ഹാവ് എൻ ഇന്റൻഷൻ ടു ലീഗൽ ഒബ്ലിഗേഷൻ. അപ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്, ഒരു വാലിഡ് കോൺട്രാക്ട് ഉണ്ടാകുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ദർ മസ്റ്റ് ബി കൺസെൻസസ് ആഡിഡ്. കൺസെൻസസ് ആഡിഡ് എന്ന് പറഞ്ഞാൽ എന്താ, മീറ്റിംഗ് ഓഫ് മൈൻഡ്. അപ്പം അത് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ അടുത്ത് 2 ഫോണുണ്ട്. അപ്പം 2 ഫോണുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഫോൺ വിൽക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ 20,000 രൂപയ്ക്ക് ഞാനത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഫ്രണ്ട് പറഞ്ഞു ഓക്കെ, ഞാനത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഒരു ഐഫോണും ഒരു ആൻഡ്രോയിഡ് ഫോണാണുള്ളത്. ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ് വിചാരിച്ചത്. എൻ്റെ ഫ്രണ്ട് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഐഫോണാണ് ഞാൻ കൊടുക്കുന്നതെന്ന്. അപ്പം അപ്പം നമ്മൾ രണ്ടാളുടെയും മൈൻഡിലുള്ള സാധനങ്ങൾ വേറെ വേറെ അല്ലേ? അപ്പം അതിനെയാണ് കൺസെൻസസ് ആഡിഡ്. ഓക്കെ, അപ്പൊ അതൊരു വാലിഡ് കോൺട്രാക്ട് ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? പോയിന്റ് ഓക്കെ അല്ലേ? പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ദ കൺസെന്റ് ഓഫ് പാർട്ടി ഷുഡ് ബി ഫ്രീ ആൻഡ് ജെന്യൂൻ. അതായത് നമ്മൾ ഓപ്പോസിറ്റുള്ള ആളെ കൺസെന്റ് വാങ്ങുന്നത് കോയേഷനിലൂടെയോ മിസ്റെപ്രസെന്റേഷനിലൂടെയോ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ ഒന്നും ആവാൻ പാടില്ല. ഓക്കെ, ഇപ്പം ഒരു ഹയർ പൊസിഷനിലുള്ള ആള് ലോവർ പൊസിഷനിലുള്ള ആളോട് പറയാണ് ഈ കോൺട്രാക്ട് നീ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു പറഞ്ഞാല് അങ്ങനെ കിട്ടുന്ന ഒരു കൺസെന്റ് എന്ന് പറയുന്നത് ജെന്യൂൻ കൺസെന്റ് അല്ല അല്ലേ? അപ്പം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പം അതിലുള്ള കൺസെന്റ് മസ്റ്റ് ബി ജെന്യൂൻ ആവണം എന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, പിന്നെ ലോഫുൾ കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞു. ലോയുടെ കണ്ണിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ വേണം, എന്നാലേ ഉള്ളൂ അതൊരു വാലിഡ് കോൺട്രാക്ട് ആയിട്ട് മാറുള്ളൂ. പിന്നെ പാർട്ടീസ് എഗ്രിമെന്റിലെ പാർട്ടീസിന് കപ്പാസിറ്റി ഉണ്ടാവണം. കപ്പാസിറ്റി നമ്മൾ പറയുന്നത് ഒന്ന് അറ്റൈൻഡ് ഏജ് ഓഫ് മെജോറിറ്റി ആയിരിക്കണം. ഏജ് ഓഫ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? 18 വയസ്സ് കഴിയണം, എന്നാലേ ഉള്ളൂ നമ്മൾ എന്ത് പറയുള്ളൂ, അതിന് ഒരു കപ്പാസിറ്റി, കോൺട്രാക്റ്റിലുള്ള ഒരു കപ്പാസിറ്റി ആയെന്ന് പറയുള്ളൂ. ആൻഡ് സൗണ്ട് മൈൻഡ് ആവണം, ഭ്രാന്തൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത്രയും പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ
ഹലോ, ആരെങ്കിലും ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ ഇത്രയും പറഞ്ഞ പോയിന്റിൽ. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകണേ. പിന്നെ ഹലോ, agreement must not be expressly declared void by the contractor itself or by other laws. നമ്മൾ എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് ലോ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല, അത് വോയിഡ് ആണെന്ന്. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഉണ്ടല്ലേ: വോയിഡ് കോൺട്രാക്ട്, വാലിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്. ഓക്കെ, വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് ഒരു കോൺട്രാക്ട് അല്ല. ഓക്കെ, ആൻഡ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഈ 10 കണ്ടീഷൻസ് ഈ വോയിഡ് കോൺട്രാക്ട് തന്നെ വോയിഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നതും ലൈക്ക് ഒരു എഗ്രിമെന്റ് ആണല്ലോ കോൺട്രാക്ട് ആവുന്നത്. എഗ്രിമെന്റിന് പിന്നെ ഒരു എൻഫോഴ്സിബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത് കോൺട്രാക്ട് ആവുന്നത്. അപ്പം വോയിഡ് എഗ്രിമെന്റും വോയിഡ് കോൺട്രാക്റ്റും സെയിം തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വോയിഡ് എഗ്രിമെന്റ് ഒരു കോൺട്രാക്ട് ആയി മാറുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു. ഇനി നമുക്ക് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്താന്ന് നോക്കാം. അപ്പം സെക്ഷൻ 2 ക്ലോസ് എയിലാണ് നമ്മൾ ഓഫർ പറയുന്നത്. എന്താണ് ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ? An offer or proposal is expression of willingness to do or not to do something to obtain assent of the other person. നമ്മൾ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു ഇത് ഓപ്പോസിറ്റുള്ള ആളോട് ചോദിക്കാണ്. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വാച്ച് വാങ്ങാൻ റെഡി ആണോ എന്ന് ഞാൻ ഓപ്പോസിറ്റുള്ള ആളോട് ചോദിക്കാണ്. അതിനെയാണ് നമ്മളൊരു ഓഫർ എന്ന് പറയുന്നത്, ഒരു ഓഫർ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത് സെക്ഷൻ 2 ക്ലോസ് എയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫർ എന്താന്ന് പറയുന്നത്. ആൻഡ് ആക്സെപ്റ്റൻസ് പറയുന്നത് 2 ക്ലോസ് ബിയിലാണ്. ഞാൻ കൊടുത്ത ഓഫർ ആ വ്യക്തി ആക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. When a person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. A proposal when accepted, it become a promise. ഓക്കെ, ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്താലാണ് അത് എന്തായി മാറുന്നത്, ഒരു പ്രോമിസ് ആയിട്ട് മാറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു എഗ്രിമെന്റിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഒരു ഓഫർ ഉണ്ടാവും, അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അവിടെ എന്തായി, ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ് നമ്മൾ അവിടെ ഒരു കൺസിഡറേഷനും കൂടി വരുമ്പോഴാണ് എന്താകുന്നത്, അതൊരു എഗ്രിമെന്റ് ആയി മാറുന്നത്. ആ എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ആണ് എന്തായി മാറുന്നത്, കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ അല്ല? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയാമോ? ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇപ്പൊ നമ്മൾ ഓഫറും ആക്സെപ്റ്റൻസ് പറഞ്ഞു. ആൻഡ് ഓഫർ, കുറെ ടൈപ്സ് ഓഫ് ഓഫർ ഉണ്ട്, നമുക്ക് അത് ഏതൊക്കെ നോക്കാം. എക്സ്പ്രസ് ഓഫർ ഓർ ഇംപ്ലൈഡ് ഓഫർ. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ, ഇപ്പം സെയിം എക്സാമ്പിൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എൻ്റെ വാച്ച് കൊടുക്കുന്നുണ്ട് 2000 രൂപയ്ക്ക്, നിനക്ക് വാങ്ങാൻ റെഡി ആണോ എന്ന് ചോദിക്കുക. അങ്ങനെ ഉള്ള ഒരു ഓഫറാണ് എക്സ്പ്രസ് ഓഫർ. ആ എക്സ്പ്രസ് ഓഫർ നമുക്ക് വേർഡ്സിലൂടെ അല്ലെങ്കിൽ റിട്ടേൺ ഫോമാറ്റിലോ നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഒരു ലേലം വിളിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്നത് ഒരു ഇംപ്ലൈഡ് ഓഫറാണ്. അവിടെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല ഇന്ന ആൾക്ക് ഇന്ന സാധനം കൊടുക്കാൻ റെഡിയാണെന്ന് പറയുന്നില്ല. അതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി പറയാൻ പറ്റത്?
അതായത് എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എ പറയാണ് ബിനോട് അവന്റെ ബൈക്ക് 30,000 രൂപക്ക് കൊടുക്കുന്നുണ്ടെന്ന്. എ ബിനോട് ഡയറക്റ്റ് ആയിട്ട് പറയാണ്. അതിനാണ് നമ്മൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറയുക. എക്സ്പ്രസ് ആയിട്ടൊരു ഓഫർ കൊടുക്കുകയാണ് നമ്മൾ. പക്ഷെ ഈ ലേലം വിളിക്കുന്ന സമയത്തൊക്കെ അവിടെ എന്താ നടക്കുന്നത്? ഓരോരുത്തർ ഓരോ വില പറയും. അപ്പം അവിടെ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഓഫറാണ് നടക്കുന്നത്. മനസ്സിലായോ? ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. ഇൻഡയറക്റ്റ് ആയിട്ട് ഓഫർ മേക്ക് ചെയ്യുന്നതിനാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. പിന്നെ സ്പെസിഫിക് ഓഫറുണ്ട്, ജനറൽ ഓഫറുണ്ട്. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എൻ്റെ കാർ വിൽക്കുന്നുണ്ട്, 30,000 രൂപയാണ്, നിനക്ക് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് അതൊരു സ്പെസിഫിക് ഓഫറാണ്. അത് കേട്ടിട്ട് വേറൊരാൾ വന്നിട്ട് എനിക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ ഓഫർ എന്താക്കാം? റിജക്റ്റ് ചെയ്യാം. കാരണം ഞാൻ അയാൾക്ക് വേണ്ടിയിട്ടല്ല ഓഫർ ഉണ്ടാക്കിയത്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഓഫർ ഉണ്ടാക്കിയത്. അതിനാണ് നമ്മൾ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് വേണ്ടി നമ്മൾ മേക്ക് ചെയ്യുന്ന ഓഫറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരാളൊന്നും ഉണ്ടാവില്ല. ഈ ഫുൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ലൈക്ക് ഓൾ എന്താ പറയാ, ഇപ്പം ഒരു കേസ് ഉണ്ട്, കാർലിൽ വേഴ്സസ് കാർബോണിക് സ്മോക്ക് ബോൾ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ സ്മോക്ക് ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പം ഈ മരുന്ന് യൂസ് ചെയ്താൽ എന്താ? ഇൻഫ്ലുവൻസ രോഗം വരില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ വന്നാൽ തന്നെ 100 പൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് കമ്പനി കൊടുക്കാന്നും പറയുന്നുണ്ട്. അപ്പം ഈ കാർലിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്താക്കും? ഈ മെഡിസിൻ യൂസ് ചെയ്യും, പക്ഷെ അവർക്ക് ഇൻഫ്ലുവൻസ വരും. അപ്പം അവരെന്താക്കും? കോർട്ടിൽ പോയിട്ട് ഈ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യും. അപ്പൊ കോടതി പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു ജനറൽ ഓഫർ ആണ്, ഇത് സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് വേണ്ടി കൊടുത്ത ഓഫറല്ല, ജനറൽ ആയിട്ട് എല്ലാവർക്കും വേണ്ടി കൊടുത്ത ഓഫറാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാം. ഇതൊക്കെയാണോ സ്പെസിഫിക് ഓഫറും ജനറൽ ഓഫറും? ഹലോ, ആരെങ്കിലും ഒന്ന് പറയാമോ? ഓക്കെ ആണെങ്കിൽ ഹലോ ഓക്കെ ആണോ? ഇത് സ്പെസിഫിക്കും ജനറൽ ഓഫർ ഓക്കെ ആണോ? ഇനി ക്രോസ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ when two parties make identical offer to each other എന്ന് പറഞ്ഞാൽ ഒരാൾ പറയാണ് എന്താ, എ ബിനോട് പറയാം, ഈ ലൈക്ക് എ ബിക്ക് കത്തയക്കാണ്. അതായത് എൻ്റെ കാർ വിൽക്കുന്നുണ്ട്, നിനക്ക് വാങ്ങാൻ 20,000 രൂപയാണ്, നിനക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടോ എന്ന് ബിക്ക് കത്തയക്കാണ്. അതേ സമയം സെയിം ടൈം തന്നെ ബിയും ഒരു കത്തയക്കാണ്, എനിക്ക് 20,000 രൂപയ്ക്ക് നിന്റെ കാർ വാങ്ങാൻ താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെയാണ് നമ്മൾ ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഓക്കെ, അതൊരു ക്രോസ് ഓഫർ ആണ്. ക്രോസ് ഓഫർ അല്ലേ? ഈ ക്രോസ് ഓഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കോൺട്രാക്ട് ഒന്നും ഉണ്ടാവുന്നില്ല, ജസ്റ്റ് ഓഫർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നേ ഉള്ളൂ. അവിടെ ഒരു മര്യാദയ്ക്ക് ഒരു ഓഫർ പോലും ഉണ്ടാവുന്നില്ല. കാരണം ഒരാളൊരു ഓഫർ ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുന്നു, അയാള് അല്ലാതെ ഒരു ഓഫർ കൊടുക്കുന്നു. അവിടെ ഒരു ഓഫർ ഉണ്ടാവുന്നില്ല, ആക്സെപ്റ്റൻസ് ഓഫർ എന്നാണ് പറയുന്നത്. പിന്നെ കൗണ്ടിന് 20,000 രൂപ കൊടുക്കുന്നു, വേണ്ട 15,000 രൂപക്ക് ഞാനത് വാങ്ങാന്ന് പറയുന്നു. അങ്ങനത്തെ ഓഫറിനാണ്
നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. അവിടെ ഒരു വാലിഡ് ആക്സെപ്റ്റൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഒരാള് ഓഫർ കൊടുക്കുന്നു ആൻഡ് ഓപ്പോസിറ്റ് ആളിനും അതുപോലെ തന്നെ വേറൊരു ഓഫറാണ് കൊടുത്തതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഹലോ, ഇനി നമുക്ക് എസെൻഷ്യൽ ഓഫ് വാലിഡ് ഓഫർ നോക്കാം. ഓഫർ മസ്റ്റ് ബി ഡെഫിനിറ്റ് ആൻഡ് നോട്ട് ആംബിഗസ്. ഇപ്പം ഒരാൾ പറയാണ് എൻ്റെ കാറ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 50,000 രൂപയാണ്. അപ്പൊ മറ്റേ എന്തല്ല, ഒരു ഡെഫിനിറ്റ് അല്ല. ആ 40,000 50,000 ആ വില ആംബിഗസ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആവാൻ പാടില്ല ഒരു ഓഫർ. പിന്നെ രണ്ടാമത്തെ an offer must be made with intention to agreement ഒന്നും ഒരു വാലിഡ് ഓഫർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ ഒരു പോയിന്റ്. പിന്നെ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ഓഫറി. നമ്മൾ പറയണം, ഞാൻ ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നാലേ ഉള്ളൂ അത് ഓഫറായിട്ട് മാറുള്ളൂ. പിന്നെ ഓഫർ should not contain a term the non-compliance of which amount to acceptance. അതായത് ഇപ്പം ഒരാൾക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്. ഞാൻ അപ്പം പറയാണ്, ഞാൻ എൻ്റെ സാധനം ഇങ്ങനെ ഇത്ര പൈസക്ക് കൊടുക്കുന്ന റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ അതൊരു ഞാൻ ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാന്ന് പറയുകയാണെങ്കിൽ അതൊരു വാലിഡ് ഓഫർ അല്ല. ഓക്കെ, ഹലോ, ഇതുവരെ ഉള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് ചോദിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഹലോ ഹലോ, സൗണ്ട് ഇങ്ങനെ കട്ടായി പോണോ? നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും കേട്ടോ. ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ലാസ്റ്റ് പറഞ്ഞു ഒന്നുകൂടി പറയോ? ലാസ്റ്റ് ഇത് എസെൻഷ്യൽ ഓഫ് വാലിഡ് ഓഫർ ആണോ? അതേന. ഹലോ, അതിൽ ലാസ്റ്റ് പോയിന്റ് അല്ലേ മനസ്സിലാവാത്തത്? ഈ പോയിന്റ് അല്ലേ മനസ്സിലാവാത്തത്? ലാസ്റ്റ് പോയിന്റ്, ഓഫർ ഷുഡ് നോട്ട് സർട്ടൻ or term the non-compliance of which amount to acceptance. എന്ന് വെച്ചാല് ഇപ്പം ഒരാൾക്കൊരു ഓഫർ കൊടുക്കുകയാണ്, എൻ്റെ കാർ ഞാൻ വിൽക്കുന്നുണ്ട്, 1,00,000 രൂപയാണ് അതിന്റെ വില എന്ന് പറഞ്ഞു. ആൻഡ് പറയുന്നത് 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ഒരു റിപ്ലൈ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഞാൻ അതൊരു ആക്സെപ്റ്റൻസ് ആക്കി കണക്കാക്കും എന്ന് പറയാം. അതൊരു വാലിഡ് ഓഫർ അല്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അയാള് ഒരു ടേം വെച്ചിട്ടുണ്ട്, 2 ആഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾ
അതിന് റെസ്പോൺസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വാലിഡ് അല്ല, ഒരു ആക്സെപ്റ്റൻസ് ആക്കി കണക്കാക്കിക്കൊണ്ട് ഈ കോൺട്രാക്ട് ആയിട്ട് മുന്നോട്ട് പോകുന്ന പറയുന്നത്. അപ്പം അതൊരു വാലിഡ് ഓഫർ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഓഫർ കൊടുക്കാൻ പാടില്ല. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ, അല്ലെങ്കിൽ ഓഫർ ടു ചാഫർ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ ആ ഷോപ്പിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും അല്ലേ, അത് നമുക്ക് അത് വാങ്ങാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്. അപ്പം നമ്മൾ എന്താക്കും, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അവിടുന്ന് സാധനം എടുത്തിട്ട് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്ത് വാങ്ങും. അപ്പം അവിടെ ആരാണ് ഓഫർ മേക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മളാണ് ഓഫർ മേക്ക് ചെയ്യുന്നത്. നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ട് ക്യാഷ് കൗണ്ടറിൽ കൊടുത്തിട്ട് അത് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് സെയിലിന്റെ ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്, അല്ലാണ്ട് അതൊരു ഓഫർ അല്ല. അതിനാണ് ഓഫർ ടു ചാഫർ എന്ന് പറയുന്നത്. ഇത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പം എല്ലാവരും നോക്കണം. ഒരു ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു, അത് എന്ത് ഓഫറാണെന്ന് ചോദിക്കും. അത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണെന്നാണ് എഴുതേണ്ടത്. ഈ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് എ പേഴ്സൺ മേ ഡിസ്ക്ലോസ് ഹിസ് റെഡിനെസ് ടു negotiate and invite offer. Such invitation to make offers will not become a contract. When a person make an offer is respond to the invitation. അത് ജസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ മാത്രമാണ്, അല്ലാണ്ട് അതൊരു ഓഫർ അല്ല. കടയിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഡിസ്പ്ലേക്ക് വെക്കുന്നത് അത് ഓഫർ അല്ല, അതൊരു ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമാണ്. അത്രേ ഉള്ളൂ. ഈ അഡ്വർടൈസ്മെന്റ്, ഓപ്ഷൻ, ഷോപ്പ് ബോർഡ്, അതൊക്കെ ഇൻവിറ്റേഷൻ ഓഫറിന്റെ എക്സാമ്പിൾ ആണ്. ഇതുവരെ ഉള്ളതൊക്കെ ഓക്കെ ആണോ? ലാസ്റ്റ് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കോൺട്രാക്റ്റിന്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. സെക്ഷൻ 2 ക്ലോസ് H-ലാണ് കോൺട്രാക്റ്റിന്റെ ഡെഫിനേഷൻ പറയുന്നത്. കോൺട്രാക്റ്റിന്റെ ഡെഫിനേഷൻ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 2 ക്ലോസ് H-ലാണ്. എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ് കോൺട്രാക്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് താഴെ നിന്ന് മേലോട്ട് പോവാം. ഫസ്റ്റ് ഒരു ഓഫർ മേക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഓഫർ പറയുന്നത് ഏത് സെക്ഷനിലാ? 2 ക്ലോസ് A-ലാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. ഓഫർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് 2 ക്ലോസ് B-ലാണ് എന്ത് പറയുന്നത്? ആക്സെപ്റ്റൻസ് എന്താന്ന് പറയുന്നത്. ഹലോ, ഒരു ഓഫർ കൊടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്താലാണ് അത് പ്രോമിസായി മാറുന്നത്. ആ പ്രോമിസ് പ്ലസ് ഒരു കൺസിഡറേഷൻ ഉണ്ടാകുമ്പോഴാണ് അതൊരു എഗ്രിമെന്റ് ആയിട്ട് മാറുന്നത്. സെക്ഷൻ 2 ക്ലോസ് E-ലാണ് എഗ്രിമെന്റ് എന്താന്ന് പറയുന്നത്. എവറി പ്രോമിസ് ഓർ എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് കൺസിഡറേഷൻ ടു ഈച്ച് അതർ, അതാണ് ഒരു എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. ഈ എഗ്രിമെന്റ് ഒരു ലോഫുൾ എൻഫോഴ്സിബിലിറ്റി കൂടി ഉണ്ടാകുമ്പോഴാണ്, ഈ എഗ്രിമെന്റിന് ഒരു എൻഫോഴ്സിബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് അതൊരു കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. എഗ്രിമെന്റിന് എപ്പോഴാണ് എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവുക? സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ കുറച്ച് എസെൻഷ്യൽ കണ്ടീഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അതിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഫർ പറഞ്ഞു, ക്രോസ് ഓഫർ പറഞ്ഞു, കൗണ്ടർ ഓഫർ പറഞ്ഞു, പിന്നെ ഇൻവിറ്റേഷൻ ടു ഓഫർ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? അതൊക്കെയല്ലേ പറഞ്ഞത്. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സൗണ്ട് കട്ടായി.
വോയിഡബിൾ കോൺട്രാക്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതാ. ഇപ്പം വാലിഡ് കോൺട്രാക്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ സെക്ഷൻ 10 പറയുന്ന എല്ലാ കാര്യങ്ങളും ഇത് ചെയ്തിരിക്കണം. ഓക്കെ, എന്നാലേ ഉള്ളൂ ആ കോൺട്രാക്ട് ഒരു വാലിഡ് കോൺട്രാക്ട് ആണെന്ന് നമ്മൾ പറയുള്ളൂ. അല്ലെങ്കിൽ ആ കോൺട്രാക്ട് നമ്മൾ വോയിഡ് കോൺട്രാക്ട് എന്നാണ് പറയാം. ഈ സെക്ഷൻ 10 പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ അതിനെ നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട് എന്നാണ് പറയാം. അങ്ങനെയുള്ള സമയത്ത് ഈ രണ്ട് ആൾക്കാരുണ്ടാവില്ലേ കോൺട്രാക്റ്റിൽ, ഒരു പ്രപ്പോസറും ഉണ്ടാവും ഒരു ആക്സെപ്റ്ററും ഉണ്ടാവും. ഈ രണ്ട് ആൾക്കാരിൽ ഒരാൾക്ക് തീരുമാനിക്കാം എന്ത് ഈ കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന്. മനസ്സിലായോ? അത് മനസ്സിലായില്ല, ഒന്നും കൂടി പറയാൻ പറ്റുമോ? മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോണ് നിനക്ക് ഞാൻ 50,000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പം അല്ല അങ്ങനെ പറഞ്ഞു. ഓക്കെ, 50,000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു. ആൻഡ് നീ അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഈ ഫോണിന് അത്ര 50,000 രൂപ വില ഇല്ലാന്ന് വെച്ചോ, എന്നാലും നീ അവിടെ അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അതൊരു വാലിഡ് കൺസിഡറേഷൻ ആണോ? നിനക്ക് കിട്ടുന്നത് ഒരു എൻ്റെ 10,000 രൂപന്റെ ഫോൺ ഞാൻ ഒരു 50,000 രൂപക്ക് തന്നു, അപ്പം നിനക്കത് ലാഭമുള്ള കാര്യമാണോ? അല്ലല്ലോ. ലാഭമല്ല, പക്ഷെ അതൊരു കോൺട്രാക്ട് ആയിട്ട് എടുത്തൂടെ? കോൺട്രാക്ട് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, അതെന്നെ പറയുന്നത്. ഇപ്പൊ നിനക്ക് തീരുമാനിക്കാം ഇത് കോൺട്രാക്ട് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന്. അതാണ് ഓക്കെ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാല്. ഇതൊരു വാലിഡ് കോൺട്രാക്ട് അല്ല. വാലിഡ് കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു സാധനം ഇതിൽ മിസ്സിംഗ് ആയിരിക്കും. അപ്പം ഈ രണ്ടിൽ ഒരാൾക്ക് തീരുമാനിക്കാം ഈ കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്ന്. അങ്ങനത്തെ കോൺട്രാക്റ്റിനാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നല്ലേ? മനസ്സിലായോ? എന്തൊക്കെയോ മനസ്സിലായി. എന്തൊക്കെ മനസ്സിലായില്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഇത് ആക്കിയിട്ട് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഇന്ന് എടുത്ത ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവേ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ.